നമസ്കാരം. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് വാഷിംഗ്ടൺ ഹിൽട്ടണിൽ അരങ്ങേറിയത് നാടകീയ സംഭവങ്ങളാണ്. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തൊട്ടടുത്തെത്താൻ അക്രമിക്ക് കഴിഞ്ഞത് അമേരിക്കൻ സുരക്ഷാ ഏജൻസികളെ ഒന്നടങ്കം പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഹോട്ടലിലെ സുരക്ഷാ പരിശോധനകളിലെ ഗുരുതരമായ പാളിച്ചകൾ മുതലെടുത്താണ് കാലിഫോർണിയ സ്വദേശി കോളലിൻ മാരകായുധങ്ങളുമായി ബോൾറൂമിന് തൊട്ടടുത്തെത്തിയത്. ഹോട്ടൽ അതിഥിയായി മുറിയെടുത്ത അലൻ പുറത്തെ സുരക്ഷാ വലയങ്ങൾ എളുപ്പത്തിൽ മറികടന്നുവെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഹോട്ടൽ കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടറുകൾ ഇല്ലാതിരുന്നതും ബാർ കാട്ടുകൾ സൂക്ഷിച്ചിരുന്ന സുരക്ഷിതമല്ലാത്ത ഇടം ആയുധങ്ങൾ സജ്ജമാക്കാൻ അക്രമി ഉപയോഗിച്ചതും വലിയ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാരകായുധങ്ങളുമായി സുരക്ഷാ ചെക്ക് പോസ്റ്റിന് നേരെ ഇയാൾ പാഞ്ഞെടുക്കുമ്പോഴാണ് അധികൃതർ അപകടം തിരിച്ചറിഞ്ഞത്. തന്റെ സുരക്ഷാ ആശങ്കകൾ ശരിവെക്കുന്നതാണ് ഈ സംഭവമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ സുരക്ഷാ പാളിച്ചകളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് US ഏജൻസികൾ. മാധ്യമ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനായി സംഘടിപ്പിച്ച വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നറിലാണ് കഴിഞ്ഞ ദിവസം വെടിവെപ്പുണ്ടായത്. രാത്രി 8 മണിക്ക് നടക്കാനിരുന്ന വിരുന്നിന് മുന്നോടിയായി ഉച്ചയ്ക്ക് 2 മണി മുതൽ ഹോട്ടലിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കിയിരുന്നു. ഹോട്ടൽ അതിഥികൾക്കും ടിക്കറ്റ് ഉള്ളവർക്കും ക്ഷണിക്കപ്പെട്ടവർക്കും വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ ഔദ്യോഗിക രേഖകളുള്ളവർക്കും മാത്രമായിരുന്നു പ്രവേശനം. ഹോട്ടൽ കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടറുകൾ ഉണ്ടായിരുന്നില്ലെന്നും വിരുന്ന് നടന്ന ബാൾറൂമിന് തൊട്ടടുത്ത് മാത്രമാണ് കർശന സുരക്ഷാ വലയം ഒരുക്കിയിരുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹോട്ടലിനുള്ളിലെ സുരക്ഷാ പരിശോധനകളില്ലാത്ത ഒരു സ്ഥലം പ്രതി ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിനായി ഉപയോഗിച്ചുവെന്ന് ഒരു വോളണ്ടിയർ വെളിപ്പെടുത്തി. ബാർ കാട്ടുകൾ സൂക്ഷിച്ചിരുന്ന ടെറസ് ലെവലിലെ പ്രവേശന കവാടത്തിനടുത്തുള്ള ഒരു താൽക്കാലിക മുറിയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നതെന്നതും ആ സമയത്ത് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും ഉണ്ടായിരുന്നില്ലെന്നും ഹെലൻ മാബസ് പറഞ്ഞതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. അയാൾ ആ മുറിക്കുള്ളിലായിരുന്നു. ഒരു ബാഗിൽ നിന്നോ മറ്റോ അയാൾ അത് പുറത്തെടുത്തു. ആയുധം വളരെ നീളമുള്ളതായിരുന്നുവെന്നും സാധാരണ തോക്ക് പോലെ ആയിരുന്നില്ല എന്നും അവർ പറഞ്ഞു. അയാൾ ആയുധം കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാഴ്ചയിൽ നിന്നും ഭാഗികമായി മറഞ്ഞായിരുന്നു നിന്നിരുന്നതെന്നും തുടർന്ന് അത് കൂട്ടിയോജിപ്പിക്കുകയും ബാൾറൂമിലേക്ക് പോകാനുള്ള പടവുകൾക്ക് നേരെ ഓടുകയും ചെയ്തതായും അവർ പറഞ്ഞു. മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജെഫ് കരോൾ പറഞ്ഞതനുസരിച്ച് ഒരു ഷോട്ട് ഗൺ, കൈത്തോക്ക്, ഒന്നിലധികം കത്തികൾ എന്നിവയുമായിട്ടാണ് പ്രതി US സീക്രട്ട് സർവീസ് ചെക്ക് പോസ്റ്റിന് നേരെ പാഞ്ഞെടുത്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ നിലത്തിട്ട് കീഴടക്കി വിലങ്ങുവെച്ചു. ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ആക്രമണത്തിനെത്തിയതെന്നും കരുതപ്പെടുന്നു. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കാലിഫോർണിയയിലെ ടൊറൻസിൽ നിന്നുള്ള 31-കാരനായ കോൾ തോമസ് അലനാണ് പ്രതി. ഇയാൾക്കെതിരെ മാരകമായ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയതായും കൊളംബിയ ഡിസ്ട്രിക്ട് അറ്റോർണി അറിയിച്ചു. പ്രസിഡന്റ് പങ്കെടുക്കുന്ന വാർഷിക വിരുന്നുകളിൽ സാധാരണയായി കർശന സുരക്ഷയാണ് ഒരുക്കാറുള്ളത്. ബാൾറൂമിനുള്ളിൽ പ്രസിഡന്റിന് ചുറ്റും മറ്റൊരു സുരക്ഷാ വലയം കൂടി സീക്രട്ട് സർവീസ് ഒരുക്കിയിരുന്നു. പ്രസിഡന്റിനെയും വേദിയിലുള്ള മറ്റുള്ളവരെയും മറ്റ് അതിഥികളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ബഫർ സോൺ ഉൾപ്പെടെയായിരുന്നു ഇത്. വേദിക്ക് മുന്നിലും വശങ്ങളിലും ഏജന്റുമാരെ വിന്യസിച്ചിരുന്നു. കൂടാതെ ഏത് സാഹചര്യത്തെ നേരിടാൻ തയ്യാറായി അത്യാധുനിക ആയുധങ്ങളുമായി കൗണ്ടർ അസോൾട്ട് ടീമുകളും അവിടെ നിലയുറപ്പിച്ചിരുന്നു. ചെക്ക് പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് സുരക്ഷ കുറഞ്ഞ ഇടങ്ങളിലൂടെ പ്രതിക്ക് നീങ്ങാൻ കഴിഞ്ഞുവെങ്കിലും തങ്ങളുടെ ബഹുതല സുരക്ഷാ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ നിലവിൽ നിയമ തടസ്സങ്ങൾ നേരിടുന്ന അത്യാധുനിക സുരക്ഷാ സൗകര്യങ്ങളോട് കൂടിയ $400 മില്യൺ ബാൾറൂം വൈറ്റ് ഹൗസ് വളപ്പിൽ തന്നെ നിർമ്മിക്കണമെന്ന തന്റെ ആവശ്യം ശരിവെക്കുന്നതാണ് ഈ സംഭവമെന്ന് ട്രംപ് പ്രതികരിച്ചു. പതിറ്റാണ്ടുകളായി പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടികൾ നടക്കുന്ന ഹോട്ടലിലാണ് ഈ സംഭവം നടന്നത്. പരിപാടികൾ നടക്കുമ്പോഴും ഹോട്ടൽ സാധാരണ അതിഥികൾക്കായി തുറന്നു കൊടുക്കാറുണ്ട്. കോൾ തോമസ് അലന്റെ കയ്യിൽ ഷോട്ട് ഗൺ, കൈത്തോക്ക്, നിരവധി കത്തികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഇയാൾ ഹോട്ടലിൽ തന്നെ താമസിച്ചിരുന്നെന്നും അതിനാലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചകത്ത് കയറാൻ കഴിഞ്ഞതെന്നുമാണ് അധികൃതർ പറയുന്നത്.